കോലാറിലെ സ്വർണ്ണഖനികളെ പറ്റി പറയുന്ന KGF എന്ന സിനിമ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും. അതിലെ റോക്കി ബായുടെ ബാല്യകാലം അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിനോട് നഗരത്തിലെ ഒരു ഗുണ്ട എന്താടാ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. തല്ലുകൊണ്ട് അവശനായിരുന്നുവെങ്കിലും ഉറച്ച ശബ്ദത്തോടെ നിശ്ചയദാർഢ്യത്തോടെ ഈ ലോകം എന്ന് മറുപടി പറയുന്ന ആ ബാലൻ്റെ ഡയലോഗ് ആ സിനിമയിൽ തന്നെ ഏറ്റവും മികച്ചവയിൽ ഒന്നായിരുന്നു. ഏതാണ്ട് 5 ദശകങ്ങൾക്ക് മുമ്പ് 1978 അഹമ്മദാബാദിൽ നിന്നുള്ള ഒരു 16 വയസ്സുകാരൻ പയ്യൻ പോക്കറ്റിൽ ഒരുപാടൊന്നും കരുതാനില്ലാതെ മുംബൈയിലേക്ക് ട്രെയിൻ കയറുകയുണ്ടായി. തുടർന്ന് മുംബൈയിലെ ഡയമണ്ട് മാർക്കറ്റിൽ വജ്രങ്ങൾ തരംതിരിക്കുന്ന പണി ചെയ്ത് തൻ്റെ ജീവിതത്തിൻ്റെ സെക്കൻഡ് ഇന്നിങ്സ് ആരംഭിച്ച ആ പയ്യനും തിളച്ചുമറിയുന്ന മുംബൈ നഗരത്തെ നോക്കി ഇതേ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടാകണം. ഇന്ന് 62 വർഷങ്ങൾക്കപ്പുറം ഗൗതം അദാനി എന്ന പേരിൻ്റെ താഴെ ലോകത്തെ ഏറ്റവും വലിയ സോളാർ പവർ കമ്പനി, ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ട്, സീപോർട്ട് ഓപ്പറേറ്റർ, രാജ്യത്തെ ഏറ്റവും വലിയ ഇൻ്റഗ്രേറ്റഡ് എനർജി കമ്പനി, രാജ്യത്തെ 2ാമത്തെ വലിയ സിമൻറ്റ് നിർമ്മാതാവ് എന്നീ വലിയ നേട്ടങ്ങളാണുള്ളത്. കൂടാതെ 8,850 കോടി അമേരിക്കൻ ഡോളറിൻ്റെ സ്വത്തുമായി ലോകത്തെ ഏറ്റവും വലിയ ധനികരിൽ 14ാമനുമാണ് ഇന്ന് ഗൗതം അദാനി. ഇന്ന് രാഹുൽ ഗാന്ധിയും കൂട്ടരും നാഴികക്ക് 40 വട്ടം അധിക്ഷേപിക്കുന്ന ഗൗതം അദാനിയുടെ ജീവിതം ഒരിക്കലും പട്ടുപരവതാനി വിരിച്ചതോ രാഹുൽ ഗാന്ധിയെപ്പോലെ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചു വീണതോ ആയിരുന്നില്ല. മുംബൈ തെരുവുകളിൽ സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച ഒരു മനുഷ്യൻ തൻ്റെ സ്വന്തം കഴിവുകൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ഉയർന്നു വന്ന കഥ നമുക്കോരോരുത്തർക്കും ഇനി വരാൻ പോകുന്ന തലമുറകൾക്കും ഒരു പ്രചോദനമാണ്. 1962 ജൂൺ 24 ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ജനിച്ച അദാനി ഒരു ഇടത്തരം കുടുംബത്തിലാണ് വളർന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു സാധാരണ തുണി വ്യാപാരിയായിരുന്നു. പഠിക്കാൻ വളരെ സമർത്ഥനായ അദ്ദേഹത്തിൻ്റെ അക്കാദമിക് കഴിവുകൾ കാരണം 1974 പ്രശസ്തമായ ഷേത്ത് CN വിദ്യാലയത്തിൽ അദാനിക്ക് പ്രവേശനം ലഭിച്ചു. 1977 അദാനി തൻ്റെ സെക്കൻഡറി എക്സാം എഴുതുന്നത്. ഇതിലും ഉന്നത വിജയം നേടിയ അദ്ദേഹം താൻ പഠിച്ച സ്കൂളിൽ തന്നെ സയൻസ് വിഷയത്തിൽ പ്രവേശനം ലഭിക്കുകയുണ്ടായി. പഠിക്കാൻ വളരെയധികം സമർത്ഥനായിരുന്നുവെങ്കിലും കൂടുതൽ ഉയരത്തിലേക്ക് പറക്കണം എന്ന അടങ്ങാത്ത ആഗ്രഹം അദാനിയിൽ തീവ്രമായിരുന്നു. ഇതിനെ തുടർന്ന് 1978 അന്നത്തെ 16 വയസ്സുള്ള ആ കൗമാരക്കാരൻ തൻ്റെ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് മുംബൈയിലേക്ക് വണ്ടി കയറാൻ തീരുമാനിച്ചു. പോക്കറ്റിലുണ്ടായിരുന്നത് വെറും 500 രൂപയായിരുന്നു. ഇതായിരുന്നു ആകെ അദാനിയുടെ കൈമുതൽ. മുംബൈയിലെത്തിയ അദാനി വളരെ ലളിതമായിട്ടായിരുന്നു തൻ്റെ തൊഴിൽ ജീവിതം തുടങ്ങിയത്. തൻ്റെ സഹോദരൻ്റെ ശുപാർശയിൽ ഒരു വജ്ര വ്യാപാര സ്ഥാപനത്തിൽ സഹായിയായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. മഹേന്ദ്ര ബ്രദേഴ്സ് എന്ന ആ സ്ഥാപനത്തിൽ 3 വർഷം അദാനി തുടർന്നു. വളരെ പെട്ടെന്ന് തന്നെ വജ്ര വ്യാപാരത്തിൽ അദ്ദേഹം ഒരു വിദഗ്ധനായെങ്കിലും തൻ്റെ യഥാർത്ഥ മാർഗം ഇതല്ലെന്ന് അദാനിക്ക് അന്നേ അറിയാമായിരുന്നു. വ്യാപാരം ചെയ്യണം, അത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. സ്വന്തമായി എന്ത് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു രാവും പകലും അദ്ദേഹത്തിൻ്റെ ചിന്ത. പോളിമറുകൾ, പ്ലാസ്റ്റിക്കുകൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ പലതരം സാധനങ്ങൾ അദാനി ഈ കാലഘട്ടത്തിൽ കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്തു പോന്നു. 1988 ഒരു വലിയ ഇന്ത്യൻ കമ്പനിക്ക് പോളിവിനൈൽ ക്ലോറൈഡ് അഥവാ PVC വിതരണം ചെയ്യാനുള്ള കരാർ നേടിയതാണ് അദാനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായത്. ഈ ഇടപാടിൽ നിന്നുള്ള ലാഭം ഉപയോഗിച്ച് അദ്ദേഹം തൻ്റെ ബിസിനസ് വികസിപ്പിക്കുകയും കൽക്കരി, ഭക്ഷ്യ എണ്ണ തുടങ്ങിയ മറ്റു ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുകയും ചെയ്തു. താമസിയാതെ അദ്ദേഹം രാജ്യത്തെ ഏറ്റവും വലിയ കൽക്കരി ഇറക്കുമതിക്കാരിൽ ഒരാളായി മാറി. ഇതിനെ തുടർന്ന് രാജ്യത്തിലുടനീളമുള്ള പവർ പ്ലാന്റുകളിലേക്ക് അദ്ദേഹം കൽക്കരി വിതരണം ചെയ്യാൻ തുടങ്ങി. എന്നാൽ അദാനിയെ ലോകപ്രശസ്തനാക്കിയ അദ്ദേഹത്തിൻ്റെ കമ്പനി അദാനി ഗ്രൂപ്പ് അദ്ദേഹം തുടങ്ങുന്നത് 1994 മാത്രമാണ്. ആ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നരസിംഹറാവു സർക്കാർ ലോകത്തിനു മുമ്പിൽ തുറന്നുകൊടുത്തത്. ഇന്ത്യയിലെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ പ്രത്യേകിച്ച് തുറമുഖങ്ങളിലും ലോജിസ്റ്റിക്സിലും വലിയ അവസരമുണ്ടെന്ന് അദാനിക്ക് മനസ്സിലായി. ഇന്ത്യയുടെ വളരുന്ന സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നതിനായി അദ്ദേഹം ഈ മേഖലയിൽ വൻതോതിൽ നിക്ഷേപം നടത്താനും തുറമുഖങ്ങൾ നിർമ്മിക്കാനും ലോജിസ്റ്റിക് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കാനും ആരംഭിച്ചു. ഇതിനെ തുടർന്നാണ് അദാനി ഗ്രൂപ്പിൻ്റെ തലവര തന്നെ മാറ്റിമറിച്ച ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിൻ്റെ നിർമ്മാണ കരാർ അദ്ദേഹത്തിന് ലഭിക്കുന്നത്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമായ മുന്ദ്ര പോർട്ടോടുകൂടിയാണ് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലെ ഒരു അധികായനായി അദാനി വളരുന്നത്.
തുടർന്നുള്ള വർഷങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദനം, ഖനനം, പുനരുപയോഗ ഊർജം എന്നിവയിൽ നിക്ഷേപങ്ങൾ നടത്തി അദാനി തൻ്റെ ബിസിനസ് സാമ്രാജ്യം വിപുലീകരിച്ചു. റിയൽ എസ്റ്റേറ്റിലും ഹോസ്പിറ്റാലിറ്റിയിലും അദ്ദേഹം നിക്ഷേപങ്ങൾ ആരംഭിച്ചു. ഇന്ന് അദാനി ഗ്രൂപ്പിന് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള 50-ലധികം രാജ്യങ്ങളിൽ സാന്നിധ്യമുണ്ട്. എന്നാൽ അംബാനിയുടെ ജീവിതം ഒരിക്കലും ഒരു നേർരേഖയിലുള്ള യാത്രയായിരുന്നില്ല. എന്നും അപ്രതീക്ഷിത തിരിച്ചടികളിലൂടെയാണ് അദാനി കടന്നുപോയിക്കൊണ്ടിരുന്നത്. 1998 ജനുവരിയിൽ അദാനിയെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായ ശാന്തിലാൽ പട്ടേലിനെയും ഗുണ്ടാ സംഘങ്ങളായ ഫസലുർ റഹ്മാൻ, ഭോഗിലാൽ ദർജി എന്നിവർ തട്ടിക്കൊണ്ടുപോയി. തുടർന്ന് വലിയൊരു തുക നൽകിയതിനു ശേഷമാണ് അദ്ദേഹത്തെയും സുഹൃത്തിനെയും ഗുണ്ടാ സംഘങ്ങൾ വിട്ടയച്ചത്. ഏതാണ്ട് ഒരു ദശകത്തിന് ശേഷം അജ്മൽ കസബിൻ്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ മുംബൈ നഗരം ആക്രമിച്ചപ്പോൾ താജ് ഹോട്ടലിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അദാനിയും ഉണ്ടായിരുന്നു. തലനാരിഴക്കാണ് അന്ന് മരണത്തിൽ നിന്നും അദാനി രക്ഷപ്പെട്ടത്. എന്നാൽ ഗൗതം അദാനിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി വരാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്നൊരു ദിവസമാണ് അമേരിക്ക ആസ്ഥാനമാക്കിയുള്ള ഷോർട്ട് സെല്ലർ ഹിൻഡർബർഗ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. ലോകത്തെ രണ്ടാമത്തെ ധനികനായിരുന്ന അദാനിയുടെ ഓഹരികളുടെ മൂല്യം കൂപ്പുകുത്തുന്നതാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത്. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അദാനിയുടെ ആസ്തി $80 ബില്യൺ ഇടിഞ്ഞ് വെറും $37.7 ബില്യൺ എത്തിയിരുന്നു. ഇതോടുകൂടി അദാനി തീർന്നു എന്ന് എല്ലാവരും വിലയിരുത്തി. എന്നാൽ വെറും 500 രൂപയുമായി അഹമ്മദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്തുനിന്ന ആ 16 വയസ്സുകാരൻ്റെ ചങ്കൂറ്റം അത് അദാനി പണം കൊടുത്തു വാങ്ങിയ ഒന്നായിരുന്നില്ല. കർണൻ്റെ കവചകുണ്ടലങ്ങൾ പോലെ ജന്മന കൂടെയുള്ളതായിരുന്നു. എല്ലാം അവസാനിക്കാൻ പോകുന്നുവെന്ന് ലോകം മുഴുവൻ വിലയിരുത്തിയപ്പോഴും മുംബൈയിലെ ആ പഴയ വജ്ര വ്യാപാരിയുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഞാൻ എത്ര കണ്ടിട്ടുള്ളതാണെന്ന ആത്മവിശ്വാസത്തിൻ്റെ ചിരി. ഇന്ന് ഹിൻഡർബർഗ് റിപ്പോർട്ട് പുറത്തു വന്ന് ഏതാണ്ട് ഒരു വർഷങ്ങൾക്കപ്പുറം തനിക്ക് നഷ്ടപ്പെട്ട തുകയുടെ വലിയ ഭാഗവും തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അദാനി. അദാനിയുടെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായ അദാനി എൻ്റർപ്രൈസസ് ഹിൻഡർബർഗ് റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് തിരിച്ചു വന്നു എന്ന വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പുറത്തു വന്നത്. എന്നാൽ ഇന്നും എല്ലാം വെട്ടിപ്പിടിച്ചവൻ്റെ അഹങ്കാരമോ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ധാർഷ്ട്യമോ അദാനിയുടെ പെരുമാറ്റത്തിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. വിജയം വരുമ്പോഴും അമ്പെ പരാജയപ്പെടുമ്പോഴും സൗമ്യമായ ആ മുഖത്ത് സ്ഥിരമായി കാണപ്പെടുന്ന നേരിയ പുഞ്ചിരിയോടുകൂടി ഇനി വരാൻ പോകുന്ന അനവധി യുവ സംരംഭകർക്ക് വഴികാട്ടിയായി അദാനി ഇന്നും നമ്മുടെ മുന്നിലുണ്ട്. പരിശ്രമവും ചങ്കൂറ്റവും കൈമുതലായുള്ളവന് വെട്ടിപ്പിടിക്കാൻ കഴിയാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ല എന്ന ഓർമ്മപ്പെടുത്തലോടെ